നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. നാട് ഉത്രാടപ്പാച്ചിലിൽ വിപണിയിൽ വൻ തിരക്ക്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിൽ കേരളക്കര. ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന് ദൃശ്യമായത് വൻ ഭക്തജന തിരക്ക്. ചെങ്ങാലിക്കോടൻ രുചിയിൽ വിപണി കീഴടക്കി കുടുംബശ്രീ. ലഹരിക്കടത്തിനെതിരെ അതീവ ജാഗ്രത. കുന്നംകുളം പൂർക്കുളത്ത് വാഹന പരിശോധനയ്ക്കിടെ 9 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന്. മണ്ണൂരിൽ ശുചീകരണ യജ്ഞവുമായി CPI. കൈതക്കുളം ഒട്ടേങ്കാട് പ്രദേശം വൃത്തിയാക്കി. CPI പ്രവർത്തകർ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങിയത് പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ അവഗണിച്ച സാഹചര്യത്തിൽ. വാർത്തകൾ വിശദമായി. നാട് ഉത്രാടപ്പാച്ചിലിൽ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളുടെ തിരക്കിലാണ് കേരളക്കര. ഓണാഘോഷ പരിപാടികൾക്കു ശേഷം വിദ്യാലയങ്ങൾ വെള്ളിയാഴ്ചയാണ് ഓണം അവധിയിലേക്ക് പ്രവേശിച്ചത്. കുട്ടിക്കുട്ടലിറങ്ങിയതോടെ നഗരഗ്രാമങ്ങളിൽ ആഘോഷം കൂടുതൽ സജീവമായി. ഉത്രാടനാളിൽ രാവിലെ മുതൽ തന്നെ വിപണിയിൽ വൻ തിരക്കാണ് ദൃശ്യമാകുന്നത്. മണിക്കൂറുകൾക്കപ്പുറം മലയാളി കാത്തിരുന്ന പൊൻ തിരുവോണമാണ്. ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക്. രാവിലെ ശീവേലിക്കു ശേഷം കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചക്കുല സമർപ്പണം നടന്നത്. ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഭഗവാനെ പ്രാർത്ഥിച്ച് ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, ക്ഷേത്രം തന്ത്രി, കീഴ്ശാന്തിമാർ എന്നിവർ കാഴ്ചക്കുല സമർപ്പിച്ചു. പിന്നീട് ഭക്തർ കാഴ്ചക്കുല സമർപ്പണം നടത്തി. കാഴ്ചക്കുല സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കാഴ്ചക്കുലയിൽ ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി. ഒരു ഭാഗം തിരുവോണ ദിവസത്തെ സദ്യയ്ക്ക് പഴംപ്രഥമൻ തയ്യാറാക്കാൻ ഉപയോഗിക്കും. ബാക്കി വരുന്ന കുലകൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം ലേലം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുപ്പം ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കോടി വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K. ബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പൂർക്കുളത്ത് വാഹന പരിശോധനയ്ക്കിടെ 9 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പോർക്കുളം സ്വദേശി പ്രിൻസ്, ചാലിശ്ശേരി സ്വദേശികളായ ആദർശ്, സുജിത്, പാലക്കാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഫ് എന്നിവരെയാണ് പിടികൂടിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി R. ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഓണവിപണി ലക്ഷ്യമിട്ട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ മുമ്പ് സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ 2025 എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് DCC സെക്രട്ടറി MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ആ ജനങ്ങളെ തയ്യാറാക്കി എടുക്കാനാണ് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, വോട്ടുണ്ടാക്കാനാണ് നമ്മൾ ഈ പണിയുമായി പിന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വാർഡ് വിഭജനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഭരണസ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അത് മറികടക്കാൻ, കണ്ണിൽ എണ്ണ ഒഴിച്ച് അത് നോക്കാൻ, ഇലക്ഷന്റെ തലേ ദിവസം പോയി നിൽക്കാനല്ല താല്പര്യം കാണിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ടർ പട്ടികയുടെ ശുചീകരണവും വാർഡ് തല വിഭജനവും കഴിയുമ്പോൾ ഇലക്ഷന് പിന്നെ വലിയ പണിയൊന്നുമില്ല. മണ്ഡലം പ്രസിഡന്റ് M. ശിവപ്രകാശ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ മുഖ്യപ്രഭാഷണം നടത്തി. മങ്കര മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി, INTUC ജില്ലാ സെക്രട്ടറി PC. പ്രീതർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കിഴക്കമ്പുറം സ്കൂളിലെ 129 നമ്പർ ബൂത്തിലെ പ്രവർത്തകരായ പ്രമേശ്, നവാസ്, വിജയലക്ഷ്മി, പ്രശാന്ത്, ഫൈസൽ എന്നിവരെ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. PK. അശ്വജിത്ത് സ്വാഗതവും PK. പരമേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി ചുങ്കം മുതൽ ഒലിച്ചി വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർത്തും അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി INL ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അമ്പലത്ത്. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഉപവാസ സമരം ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ മഴ പെയ്താൽ വരുന്ന വെള്ളം ഒലിച്ചുപോകാൻ മാർഗമില്ല.
അതിൽ നിറഞ്ഞു കവിഞ്ഞ് വെള്ളം റോഡിലേക്ക് വരികയും റോഡിന്റെ ഒരു ഭാഗം വെള്ളക്കെട്ടായി മാറുകയും അതുവഴി നിരവധി ജീവനുകൾ അപകടത്തിലാവാനുള്ള സാഹചര്യവും ഏറെയാണ്. കൂടാതെ നിലവിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരികയും അതിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തിയതുമാണ്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഉണ്ടാവാത്തത് ഉന്നത തലത്തിലുള്ളവരുടെ സ്വാധീനം മൂലമാണെന്നും അദ്ദേഹം പറയുന്നു. വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും INL ജില്ലാ വൈസ് പ്രസിഡന്റ് അലി അമ്പലത്ത് പറഞ്ഞു. നമ്മുടെ നാടിന്റെ പൈസ അനാവശ്യമായി ചെലവഴിക്കുന്നതിനുള്ള ഒരു രംഗമാണ് ഇന്ന് വള്ളത്തോർനഗർ ഗ്രാമപഞ്ചായത്തിലെ ഹൈവേ പണിയിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരുപാട് ആധുനിക സജ്ജീകരണങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിലപാടുകളും അവരുടെ പണികളും നമ്മുടെ നാട്ടിലെ പൈസ അനാവശ്യമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ നടക്കുന്ന ഈ റോഡ് പണിയിലെ ഒരു ഭാഗത്ത് തീരെയും കാനയില്ലാതെ വരുന്ന വെള്ളം മുഴുവനും കെട്ടി നിൽക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ AEA ഇതിന്റെ വിഷയത്തിന്റെ ഗൌരവം ധരിപ്പിക്കുകയും ഈ വിഷയത്തിന്റെ ഗൌരവത്തെ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തിയപ്പോൾ പഞ്ചായത്തുമായി സഹകരിച്ച് KSEBയുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ പരിഹാരം കാണുമെന്ന് ഉറപ്പു തന്നിട്ട് അയാൾ ഇവിടെ നിന്ന് പോവുകയും ആ പോയതിന് 2 ദിവസത്തിന് ശേഷം ഇന്ന് പണി ഇവിടെ പുനരാരംഭിക്കുകയും എന്നാൽ അയാളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു രൂപമില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണുന്നത്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായി വെള്ളക്കെട്ടും അതേപോലെ തന്നെ ഇവിടെ നിന്ന് കാനയിലൂടെ ഒഴിഞ്ഞു വരുന്ന വെള്ളം ഒരു ഭാഗത്തേക്കും പോകാനില്ലാതെ റോഡിൽ സ്ഥിരമായി നിൽക്കുകയും ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ വീണുകൊണ്ട് അനേകം ജീവനുകൾ പൊലിയാനുള്ള സാധ്യതയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ പഞ്ചായത്തിലെ കൈതക്കുളം ഓട്ടയങ്കാട് പ്രദേശം ശുചീകരിച്ച് CPI പ്രവർത്തകർ. പ്രദേശവാസികളുടെ ദീർഘനാളായുള്ള ആവശ്യത്തിന് നേരെ അധികൃതർ മുഖം തിരിച്ച സാഹചര്യത്തിലാണ് CPI പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയത്. മാസങ്ങളോളമായി കാട് മൂടിക്കിടക്കുന്ന പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ഞങ്ങൾക്ക് ആരും ഉപകാരം ചെയ്യുന്നു, ഇനി അവരുടെ കൂടെ നിൽക്കുള്ളൂ. അതൊക്കെയാണ് കാര്യങ്ങൾ. ഒരുപാട് ശല്യങ്ങളാണ്. എന്ത് പറഞ്ഞിട്ടും അവർ ഈ ഭാഗത്ത് കൂടെ ആൾ നടക്കുന്നില്ല എന്നുള്ള പരാതികളാണ് അവരുടെ പരാതി. ഇതുവരെ പറഞ്ഞിട്ടും ഒരു ആക്ഷനും ഇല്ലാത്ത ആൾക്കാർ ഇന്നേക്ക് തങ്കപ്പാട്ടം വന്നു എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് കാട് വെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു അറിയിപ്പായിട്ട് വന്നിട്ടുണ്ട്. തുടർന്ന് ഇവരുടെ പരാതി കേട്ട CPI നേതാക്കൾ പ്രദേശത്തെത്തി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ലോക്കൽ സെക്രട്ടറി തങ്കപ്പൻ, ജയേഷ് തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണത്. അതേപോലെ നിരവധി യാത്രക്കാർ മണ്ണൂർ പഞ്ചായത്തിലേക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പോകുന്ന വഴിയാണ് ഇത്. അപ്പോ ആ വഴി കാട് കെട്ടി പാമ്പ് വന്നാൽ അറിയില്ല, പന്നി വന്നാൽ അറിയില്ല, യാത്രായോഗ്യമല്ല എന്നുകൊണ്ട് പഞ്ചായത്തിന്റെ മെമ്പറേയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും വിവരമറിയിച്ചു എന്നും അവരിൽ നിന്നൊന്നും തന്നെ യാതൊരുവിധ അനുകൂല നടപടികളും ഉണ്ടായില്ല. അത് കാട് വെട്ടാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. തൃശൂരിന്റെ സ്വന്തം ചെങ്ങാലിക്കോടന്റെ രുചിയിൽ വിപണി കീഴടക്കുകയാണ് കുടുംബശ്രീ. വരവൂരിലെ കുടുംബശ്രീ ഗ്രൂപ്പ് അച്ചൂസ് എന്ന പേരിൽ പുറത്തിറക്കിയ ചെങ്ങാലിക്കോടൻ കായ കൊണ്ടുണ്ടാക്കിയ കായവറവ്, ശർക്കര ഉപ്പേരി എന്നിവയാണ് വിപണിയിലെ താരം. 2008 ആരംഭിച്ച സംരംഭം ഇന്നും മികവോടെ മുന്നേറുകയാണ്. പ്രദേശത്തെ കുടുംബശ്രീ യൂണിറ്റുകൾ കൃഷി ചെയ്യുന്ന ചെങ്ങാലിക്കോടൻ കായ കൊണ്ടാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത്. ചെങ്ങാലിക്കോടൻ കായ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് രുചിയേറുമെന്നത് തന്നെയാണ് പ്രത്യേകത. പാകമായ കായ തോലുപൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് കറകളഞ്ഞ് 4 നുറുക്കിന് നടുനാലായി കീറി ചെറിയ കഷ്ണങ്ങളാക്കി ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ശർക്കര വരട്ടിക്ക് ആദ്യം കായ 2ആയി കീറി നുറുക്കി എണ്ണയിൽ വറുത്തുകോരും. തുടർന്ന് കോട്ടൺ തുണിയിൽ പൊതിഞ്ഞുവെച്ച് ശർക്കര ചൂടാക്കി പാനിയാക്കി തുണിയിൽ പൊതിഞ്ഞുവെച്ച കായവറവിട്ടതിന് ശേഷം ചുക്കുപൊടിയും ശർക്കരപ്പൊടിയും പഞ്ചസാരയും ഇട്ട് വറുത്ത് പാക്ക് ചെയ്ത് സ്റ്റിക്കർ പതിച്ചാണ് വിപണിയിൽ എത്തിക്കുന്നത്. ഒരു ദിവസം 30 കിലോയോളമാണ് ശരാശരി വിൽപ്പന. ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലും വിൽപ്പന കൂടും. ആശ്രയ കുടുംബശ്രീയുടെ കീഴിലുള്ള അച്ചൂസ് ഗ്രൂപ്പിലെ CR ഗീത, CU ശൈലജ, PK യശോദ, P ഉഷ, ലൂസി, പ്രേമ എന്നിവരാണ് സ്ഥിരമായി ജോലി ചെയ്യുന്നത്. 2008 മുതലാണ് ആശ്രയ കുടുംബശ്രീയുടെ കീഴിൽ നിറബറ JLGയിൽ 5 പേര് കൂടിയിട്ട് ഈ ഫൈവറും ശർക്കരപ്പേരിയും ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഇപ്പം നമ്മളെ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കിറ്റിലേക്ക്
3500 4000 ഒക്കെ പാക്കുകൾ 2 വർഷമായിട്ട് ഓണക്കിറ്റിലേക്കുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ടായിരുന്നു. തൃശൂർ കുടുംബശ്രീ മിഷൻ നൽകിയ 1.5 ലക്ഷം രൂപ വായ്പയും വരവൂർ കുടുംബശ്രീ CEFന്റെ 1 ലക്ഷം രൂപ വായ്പയും കൊണ്ടാണ് അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ MCB സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി സൈക്കിൾ വിതരണം ചെയ്ത് സ്കൂൾ അധികൃതർ. സ്കൂളിലെ 57ഓളം വിദ്യാർത്ഥികൾക്കാണ് സൈക്കിൾ വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത നിർവഹിച്ചു. നമ്മുടെ ഈ സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം പറയാൻ നിരഞ്ജൻ എന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വായനാക്കുറിപ്പ് മത്സരത്തിൽ ആ കുട്ടി എഴുതിയ വായനാക്കുറിപ്പ് അയച്ചു കൊണ്ടുപോയി സംസ്ഥാന തലത്തിൽ 27 കുട്ടികളെ തെരഞ്ഞെടുത്തതിൽ പാലക്കാട് ജില്ലയിലെ മണ്ണൂർ നമ്മുടെ MCB UP സ്കൂളിലെ നിരഞ്ജനം ഉണ്ടായി. സൈക്കിൾ പരിശീലനം നൽകി സ്വന്തമായി സഞ്ചരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് സ്കൂൾ അധികൃതർ പദ്ധതി നടപ്പിലാക്കിയത്. വിതരണോദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷനായി. ഓണക്കിറ്റ് വിതരണവും നടന്നു. വീട്ടിലൊരു ലൈബ്രറി മത്സര പരീക്ഷയിൽ അവാർഡ് ലഭിച്ച നിരഞ്ജനുള്ള ഉപഹാര വിതരണവും നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. വാർഡംഗം സുനിത, P. ബാബു, മാനേജർ P. മുഹമ്മദ്, അഷ്റഫ്, P. സിന്ധു, P. റിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക L. സവിത സ്വാഗതവും K. ഹൃദ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചോറോട്ടു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാന് ഉത്രാട കാഴ്ചക്കുല സമർപ്പിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് മനുചന്ദ്രൻ കാഴ്ചക്കുല സമർപ്പണം നിർവഹിച്ചു. ഹരേകൃഷ്ണ ഭജന സംഘത്തിലെ കുട്ടികൾ ക്ഷേത്രാങ്കണത്തിൽ പൂക്കളമൊരുക്കി. ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ തിരുവോണഊട്ടും ഉച്ചയ്ക്ക് പ്രസാദഊട്ടും ഉണ്ടാകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പത്തിരിപ്പാല മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിൽ വിപുലമായ പരിപാടികളോടുകൂടി ഓണം ആഘോഷിച്ചു. ഓണാഘോഷ പരിപാടികൾ മൗണ്ട് സീന ഗ്രൂപ്പ് CEO മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൌഷാദ് മുഖ്യുദ്ദീൻ, ഷംസുദ്ദീൻ പത്തിരിപ്പാല, പ്രിൻസിപ്പൽ ജുമാന ഹസീൻ, ട്രെയിനർ പാർവതി തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൗണ്ടർ CEO ഉദ്ഘാടനം ചെയ്തു. ഓണം കളക്ഷനിലൂടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വരൂപിച്ച 15,000 രൂപയുടെ ചെക്ക് സ്കൂൾ ലീഡർ സൻഹ സുമയ, ആർട്സ് ക്ലബ് സെക്രട്ടറി ഫയാസ് മുജീബ് എന്നിവരിൽ നിന്ന് CEO അബ്ദുൾ ബഷീർ, മൗണ്ട് സീന മാനേജർ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഓണം കളക്ഷനിലൂടെ സ്വരൂപിച്ച 5,000 രൂപയുടെ ചെക്ക് സ്പോർട്സ് ലീഡർ അശ്വിൻ കൃഷ്ണയും മലർവാടി സ്റ്റുഡന്റ് കൺവീനർ അനുശ്രീ എന്നിവരിൽ നിന്ന് ഷംസുദ്ദീൻ പത്രിപ്പാലയ്ക്ക് കൈമാറി. സ്കൂളിലെ ആയമാർക്കുള്ള ഓണപ്പുടവുകളും വിതരണം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ സരിത, മദർ PTA പ്രസിഡന്റ് ഹസ്ന റഷീദ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M. ബാലകൃഷ്ണൻ, സുഗുണ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗത നൃത്തം, ഓണപ്പാട്ട്, കസേരകളി, ഉറിയടി മത്സരം, വടംവലി മത്സരം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അക്കാദമിക് കോർഡിനേറ്റർ റഫീഖ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓണാഘോഷ കമ്മിറ്റി കൺവീനർ ജയസുധ സ്വാഗതവും അസിസ്റ്റന്റ് കൺവീനർ റിനീഫ് നൌഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ ഓപ്പൺ ജിംനേഷ്യത്തിൽ വ്യായാമത്തിനെത്തുന്നവരുടെ കൂട്ടായ്മയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പൂക്കളം ഒരുക്കിയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ചത്. ലഘു ഓണവിഭവങ്ങൾ ഒരുക്കിയിരുന്നു. പരസ്പരം ആശംസകൾ അറിയിച്ച് ഓണവിഭവങ്ങൾ കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞത്. ഏഴ് ദിവസങ്ങളിലായി ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്നുവന്ന ഫുട്ബോൾ മത്സരങ്ങൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ജനറൽ സെക്രട്ടറി K. ഹംസ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൻ്റെ ടീം അണ്ടർ 17 സെക്കൻഡായി വന്ന രാജ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ കോഴിക്കോട് ടീമിൻ്റെ കളി, അണ്ടർ 19 സെക്കൻഡായി വന്ന പട്ടാമ്പി ME സ്കൂളിൻ്റെ കുട്ടികൾ എല്ലാവരും നന്നായി കളിച്ചിട്ടുണ്ട്. അവരെ ആദ്യമായി ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. കുറേ കളികളെ അവർ ആദ്യപാദ മത്സരം മുതൽ 5-6 മത്സരങ്ങൾ പിന്നിട്ട് വന്നവരാണ്. അവർ ഫൈനലിൽ തോറ്റോ എന്നതൊരു സാങ്കേതികത്വം മാത്രമാണ്. പക്ഷേ 6 മത്സരങ്ങൾ പിന്നിട്ട് വന്നപ്പോൾ ഏതൊക്കെ ടീമിനെയാണ് അവർ പിന്തള്ളി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഫുട്ബോൾ ക്ലസ്റ്റർ 10 സ്റ്റേറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഫസ്റ്റ് റണ്ണറപ്പ് ആയ ആ 3 ടീമിനെയും
ഒന്നുകൂടി ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. വാശിയേറിയ മത്സരങ്ങളിൽ അണ്ടർ 14 പാലക്കാട് മുട്ടിക്കുളങ്ങര സെന്റ് ആന്റണി സ്കൂൾ ജേതാക്കളായി. അണ്ടർ 17 അണ്ടർ 19 ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ജേതാക്കളായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സ്കൂളുകൾക്കുള്ള ട്രോഫികളും മൊമന്റോകളും ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂൾ ജനറൽ സെക്രട്ടറി KS ഹംസ വിതരണം ചെയ്തു. പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷനായി. പട്ടാമ്പി MES ഇന്റർനാഷണൽ സ്കൂൾ മാനേജർ IP ഷാജി മുഖ്യാതിഥിയായി. CBSE സ്കൂൾ ഒബ്സർവർ സിബിൻ സ്റ്റീഫൻ, സെക്രട്ടറി അബ്ദുൽ ലത്തീഫ്, PV സുലൈമാൻ, PRO റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും പ്രധാനാധ്യാപിക C രമ നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നായി 106ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നാട് ഉത്രാടപ്പാച്ചിലിൽ വിപണിയിൽ വൻ തിരക്ക്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിൽ കേരളക്കര. ഗുരുവായൂരിൽ ഉത്രാടക്കാഴ്ചക്കുല സമർപ്പണത്തിന് ദൃശ്യമായത് വൻ ഭക്തജന തിരക്ക്. ചെങ്ങാലിക്കുടൻ രുചിയിൽ വിപണി കീഴടക്കി കുടുംബശ്രീ. ലഹരിക്കടത്തിനെതിരെ അതീവ ജാഗ്രത. കുന്നംകുളം പൂർക്കുളത്ത് വാഹന പരിശോധനയ്ക്കിടെ 9 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന്. മണ്ണൂരിൽ ശുചീകരണ യജ്ഞവുമായി CPI. കൈതക്കുളം ഒട്ടേങ്കാട് പ്രദേശം വൃത്തിയാക്കി. CPI പ്രവർത്തകർ ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങിയത് പ്രദേശവാസികളുടെ ആവശ്യം അധികൃതർ അവഗണിച്ച സാഹചര്യത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.